ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമേടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതും വിശ്വാസമല്ലേ? ഇത്തരത്തിൽ വിശ്വസിക്കുന്നതിൽ അപാകത എന്താണുള്ളത്? വിശ്വാസത്തെ എങ്ങനെയാണ് നേരാവണ്ണം മനസ്സിലാക്കാൻ കഴിയുക? വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ, കൗദാശികതയിൽ വിശ്വസിക്കുന്നവർ, ഭക്താഭ്യാസങ്ങളിൽ വിശ്വസിക്കുന്നവർ, ദൈവം തങ്ങളുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരും എന്ന് വിശ്വസിക്കുന്നവർ, ഇങ്ങനെ പലവിധത്തിൽ വിശ്വാസത്തിന് ഇഴപിരിച്ചിലുകൾ നമുക്ക് കാണാൻ പറ്റും. വാസ്തവത്തിൽ ഇവയൊക്കെയാണോ വിശ്വാസം എന്ന് ചോദിച്ചാൽ വിശ്വാസത്തെ അങ്ങനെ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയില്ല. അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നതും അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതുക എന്നുള്ളതും അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിശ്വാസ ജീവിതത്തിൽ. വിശ്വാസം എന്നത് കേവലം വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ധരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്റെ വിശ്വാസമാണ്. മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായ ഒരാളെ സംബന്ധിച്ച് അയാളുടെ വിശ്വാസം കേവലം വ്യക്തിപരമായ വിശ്വാസമല്ല. വിശ്വാസം ഏറ്റുപറയുന്നത്, ആക്ട് ഓഫ് ഫെയ്ത്ത് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരാൾ വിശ്വാസത്തെ സ്വീകരിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ ഒരു നിലപാട് കൊണ്ടാണ്. അതേസമയം തന്നെ അത് വ്യക്തിപരമായ ഒരു ധാർമ്മിക ബോധത്തിൽ ഊന്നിയിട്ടല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. സഭയിൽ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിന് വേണ്ടി വിശ്വാസം ഏറ്റുപറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അപ്പോസ്തലികമായ വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റുപറച്ചിൽ നടത്തുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ വിശ്വാസത്തെ ഒരു ധാർമ്മിക ബോധവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അബദ്ധമായി മാറും. വിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യമായി നിലനിൽക്കേണ്ട ധാർമ്മിക മനസാക്ഷിയുമായി ചേർന്നുള്ള നിൽപ്പിനെ എവിടെയെല്ലാം കളങ്കപ്പെടുത്തുന്നുവോ അവിടെയെല്ലാം വിശ്വാസത്തിന് എതിരായ വഴിയിലേക്ക് നാം നീങ്ങും. അന്ധവിശ്വാസം എന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് നേർവിപരീതമായ വഴി. കാരണം വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാൾ വിശ്വാസത്തെ നിഷേധിക്കുമ്പോൾ പോലും വിശ്വാസത്തെ ഒരു മൂലമായി കാണുന്നുണ്ട്. അന്ധവിശ്വാസത്തിലാകട്ടെ, അന്ധവിശ്വാസത്തിലേക്ക് പോകുന്ന വ്യക്തി വിശ്വാസിയാണ് എന്ന ധാരണയിൽ താൻ പുലർത്തുന്ന മനസാക്ഷിയുടെ ബോധ്യങ്ങൾക്കകത്ത് പിഴവുകൾ സംഭവിച്ച് മുൻപോട്ട് പോവുകയാണ്. അയാൾക്കൊരിക്കലും നേർവഴി കാണാൻ സാധ്യമല്ല. അന്ധവിശ്വാസം നടത്തുന്ന കുടുക്ക് ചെറുതല്ല. അന്ധവിശ്വാസങ്ങൾ ഓരോന്നും, പ്രചാരത്തിലിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഓരോന്നും ഒരു വിശ്വാസിയെ കുഴക്കുന്നത് അവന്റെ വിശ്വാസബോധ്യങ്ങൾക്കകത്ത് കടന്നു കയറിക്കൊണ്ടാണ്. വിശ്വാസത്തെ എതിർക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. വിശ്വാസത്തിനകത്ത് കയറി പ്രവർത്തിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പ്രത്യേകത, അത് വിശ്വാസത്തെ ക്ഷയിപ്പിക്കും, ക്രമേണ വിശ്വാസരാഹിത്യത്തിലേക്ക് നയിക്കും. അഥവാ വിശ്വാസത്തെ തെറ്റായി ധരിച്ചുകൊണ്ട് അയാൾ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തും. ഈ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് അകമേ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ. വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ശക്തി പിശാചാണ്, പൈശാചിക പ്രലോഭനമാണെന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിനകത്ത് കടന്നുകൂടാൻ ഒരു പൈശാചിക തിന്മയ്ക്കും സാധ്യമല്ല. കാരണം വിശ്വാസത്തിന് നേർവിപരീതമായ ഒരു ശക്തി വന്നാൽ നിശ്ചയമായി വിശ്വാസം ഉറയ്ക്കും. രക്തസാക്ഷിത്വത്തൊക്കെ വെളിപ്പെടുത്തുന്ന അതാണ്. അടിച്ചമർത്തപ്പെട്ടപ്പോൾ സഭ വളരാൻ കാരണം അതാണ്. വിശ്വാസത്തിൽ ഉറപ്പുണ്ടായി. നിങ്ങളിങ്ങനെ പറഞ്ഞുകൂടാ, യേശുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ എന്ന് ശിഷ്യന്മാരെ വിലക്കുമ്പോൾ അവർ കൂടുതൽ ശക്തിയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറുകയാണ്. കാരണം എന്താണ്? വിശ്വാസബോധ്യത്തിൽ ഉറയ്ക്കുന്നു. വിശ്വാസ നിഷേധമുണ്ടാകുമ്പോൾ, വിശ്വാസത്തിനെതിരായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടാനാണ് സാധ്യത. സന്ദേഹത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഒരു സന്ദേഹത്തിൽ നിലനിർത്തുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അത് വ്യക്തമാകുന്നില്ലല്ലോ. രണ്ടുപേരും പറയുന്നത് ഒരു കാര്യമല്ലേ, വിളിക്കുന്നത് ഒരേ നാമമല്ലേ, പ്രാർത്ഥിക്കുന്നത് ഒരേ രീതിയിലല്ലേ, ഒരേ ദേവാലയത്തിനകത്തല്ലേ, പറയുമ്പോൾ സഭയ്ക്കകത്താണെന്ന് തോന്നുകയും സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറയ്ക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ഇടയ്ക്ക് വേണമെങ്കിൽ വിശ്വാസ പ്രമാണം വരെ ചെല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് വിശ്വാസത്തിന് വിപരീതമായിട്ട് മാറും. നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ വിശ്വാസം ഏറ്റുപറയുന്നു. ഓരോ പ്രാവശ്യവും വിശ്വാസം ഏറ്റുപറയുമ്പോൾ സ്വന്തം മാമോദീസ ഏറ്റുപറയുന്നു, ക്രിസ്തുവിലുള്ള ഉറപ്പിലേക്ക് എത്തുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ പ്രകരണം.
വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നതിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾ 40 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ പിശാച് നിങ്ങളിൽ നിന്ന് അകന്നു പോകും എന്ന് പറയുന്നിടത്ത് ഇതേ വിശ്വാസ പ്രമാണത്തെ തന്നെ വിശ്വാസത്തിന്റെ ഒരു പിഴവിന് കാരണമാക്കി മാറ്റുന്നു. എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത് നോക്കി. നിങ്ങളും പ്രലോഭനത്തിന് വിധേയപ്പെട്ടിട്ടുണ്ടാകാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളിങ്ങനെ ജപമാല ചെല്ലിയാൽ ചെകുത്താൻ പോകും എന്ന് പറയുമ്പോൾ, നിങ്ങൾ കുരിശു വെച്ചാൽ ചെകുത്താൻ പോകും എന്ന് പറയുമ്പോൾ, പൈശാചികതയെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവന്റെ പ്രാബല്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവരാക്കുന്ന നിലയിലേക്ക് ഇതേ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് വിശ്വാസമാണ് പറയുന്നതെന്ന് കരുതുന്നു. ഒരിക്കൽ പണ്ടൊരു മന്ത്രവാദിയെ കാണാൻ പോയി. മന്ത്രവാദിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം കബഡിയൊക്കെ നിരത്തിയിട്ട് പറഞ്ഞു, വ്യാഴം മറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടവക പള്ളിയിൽ പോയി ഒരു 101 തിരികെത്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേട്ടാൽ വിശ്വാസത്തിലേക്ക് തിരികെ പോകുന്നതായിട്ട് തോന്നും, വിശ്വാസം ഏറ്റുപറയുന്നതായിട്ട് തോന്നും, ദൈവത്തിനാണ് തിരികെത്തിക്കുന്നതെന്ന് തോന്നും, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കുമെന്ന് തോന്നും, ദൈവാനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരുമെന്ന് തോന്നും. പക്ഷേ അവിടെ ബേസിക് ആയിട്ട് നിലകൊള്ളുന്നത് എന്താണ്? ബേസിക് ആയിട്ട് നിലകൊള്ളുന്നത് ഇത് പറയുന്നത് ഒരു മന്ത്രവാദിയാണ്. മന്ത്രവാദി പറയുന്നത് വ്യാഴം മറഞ്ഞിരിക്കുന്നുവെന്നാണ്. ഇതെല്ലാം അബദ്ധമാണ്. ഈ അന്ധവിശ്വാസത്തെ ഉറപ്പിക്കുകയും അതിന്റെ പേരിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് അന്ധതയാണ്. നിങ്ങൾ ദേവാലയത്തിലേക്ക് മടങ്ങിച്ചെല്ലൂ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മറഞ്ഞിരിക്കുന്നു എന്നൊരു അബദ്ധം പറഞ്ഞിട്ടാണ്. ദൈവം ആരെയും ഒഴിവാക്കുന്നില്ല. ശിഷ്ടന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ഒരു മനുഷ്യനെയും അനുഗ്രഹിക്കാതിരിക്കുന്നില്ല. ഈ ഭൂമി പ്രാർത്ഥിക്കുന്നവരെ മാത്രമാണോ ദൈവം അനുഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിൽ സകല ജനാചരത്തെയും കാത്തുപരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ചും സകല മനുഷ്യരെയും രക്ഷിച്ചൊരു ക്രിസ്തുവിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ക്രിസ്തു എല്ലാവരുടേതുമാണെന്നും തന്നെ സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല, തന്നെ എതിർക്കുന്നവർക്കും തനിക്ക് എതിരായി പ്രവർത്തിക്കുന്നവർക്കും തന്നിൽ വിശ്വസിക്കാത്തവർക്കും കൂടി രക്ഷയും സൗഭാഗ്യവും നൽകുന്ന, ഭൗമികതയാകെ സകല മനുഷ്യർക്കുമായി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന പരമാർത്ഥത്തെ മറച്ചു വെക്കുകയും, ഇങ്ങനെ ദൈവവിശ്വാസത്തിന് എതിരായി നീ മാറുമ്പോൾ നീ തിന്മയിലേക്ക് പോകുന്നു, നീ വീണു പോകുന്നു, നിനക്ക് പിന്നെ രക്ഷയില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേരുന്നു. ഒരാൾ വിശ്വസിക്കാത്തത് കൊണ്ട് അയാളുള്ള ദൈവത്തിന്റെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിശ്വസിക്കായിക എന്നത് മനുഷ്യന്റെ ഒരു പിഴവാണ്. വിശ്വസിക്കാത്തവനെയൊക്കെ തകർത്ത് കളയുന്ന ക്രൂരനായ ഒരു ന്യായാധിപനായിട്ടല്ല ക്രിസ്തു ഭൂമിയിൽ വരുന്നത്. സകലരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. തന്നെ കൊല്ലുന്നവരെ പോലും രക്ഷിക്കുന്ന ശക്തിയായിട്ടാണ് ക്രിസ്തു തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പരമസ്നേഹവാനായ കാരുണ്യവാനായ ഒരു ദൈവത്തെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വില കുറച്ച് കാണുന്നു, ഒരു അന്ധതയിലേക്ക് മാറ്റി നിർത്തുന്നു. ദൈവത്തെ ഒരു മൂർത്തിഭാവത്തിലേക്ക് തിരികെ കൊണ്ടുപോയി കിട്ടുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ദേവാലയത്തിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് അബദ്ധമാണെന്ന് അറിയണം. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത്, അദ്ദേഹം നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു സന്ദേശം അയക്കുകയാണ്. സന്ദേശത്തിൽ പറയാണ്, ഇവിടെ ഒരു അച്ഛൻ വന്നു, ഒരു തിരി കൊടുത്തു. ആ തിരി കത്തിച്ചപ്പോൾ ഒരു സ്ത്രീക്ക് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മെഴുകുതിരി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി ഒരു നിറമുള്ള തിരി കൊടുത്തു. ആ തിരി കത്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്ത് അബദ്ധമാണ് പറയുന്നതെന്ന് ആലോചിക്കണം. മനസാക്ഷിക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ യഥാർത്ഥ സത്യക്ക് വിരുദ്ധമായ കാര്യത്തെ അവിടെ പ്രധാനപ്പെട്ടതായി കാണുന്നു. നിങ്ങൾ ഈ സാക്ഷിയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം. ആരാണ് ഈ സാക്ഷ്യം പറയാനായിട്ട് അധികം ഉപയോഗിക്കപ്പെടുന്നത്? മിക്കവാറും സ്ത്രീകളാണ്. എന്താണ് പുരുഷന്മാർക്ക് ഈ അനുഭവം ഉണ്ടാവാത്തത്? അപ്പോൾ അവർ പറയും ഭക്തി കൂടുതൽ സ്ത്രീകൾക്കാണ്. ഭക്തിയല്ല, മനസാക്ഷിയുടെ അടിമത്വം കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന അന്ധവിശ്വാസം അവരെ ചൂഴ്ന്നു നിൽക്കുന്നു. ആ അന്ധവിശ്വാസത്തിന്റെ കണ്ണിലൂടെയാണ് ലോകത്തെ അവർ കാണുന്നത്. അവർ മനസ്സിലാക്കുന്നത് ദൈവത്തെയല്ല, ദൈവത്തിന്റെ പേരിൽ അവർ അബദ്ധങ്ങളെയാണ് സാക്ഷാത്കരിച്ച് കാണുന്നത്. അതുകൊണ്ട് അവരുടെ വിശ്വാസം ക്രമേണ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കാര്യം കാണുക എന്ന ലളിതയുക്തിയിലേക്ക് അവരെ കൊണ്ടുപോയി കിട്ടുന്നു. വാസ്തവത്തിൽ സകല ലോകത്തെയും ഭരിക്കുന്ന, എല്ലാവർക്കുമായി നന്മകൾ വിതരണം ചെയ്യുന്ന, സകല മനുഷ്യർക്കും കഴിവ് നൽകുന്ന, എല്ലാവരുടെയും ഉയിരായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് അവർ ബോധവാന്മാരാകുന്നില്ല. ഇത് ഒരു അബദ്ധമാണെന്ന് തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോകും. അതുകൊണ്ടാണ് അന്ധവിശ്വാസം നിരന്തരമായി നമുക്ക് പറയേണ്ടി വരുന്നത്. അന്ധവിശ്വാസം എന്നത്
മനസ്സിലാക്കുമ്പോൾ അതിന് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം വ്യക്തിപരമായ എൻ്റെ വിശ്വാസമല്ല. എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യങ്ങളും എൻ്റെ അറിവും കഴിവും ഒക്കെ പരിചയമൊക്കെ വെച്ചിട്ടാണ്, അനുഭവങ്ങൾ വെച്ചിട്ടാണ്. വാസ്തവത്തിൽ എൻ്റെ വിശ്വാസം നിലനിൽക്കുന്നത് ഒരു കൂട്ടായ്മയുടെ വിശ്വാസത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഇത് സഭയുടെ വിശ്വാസമാണ്. ആ സഭയുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ. ആ വിശ്വാസമാണ് നമുക്ക് മാമോദീസ നൽകുന്നത്, ആ വിശ്വാസമാണ് നമുക്ക് കൗദാശിക അനുഭവങ്ങൾ നൽകുന്നത്, ആ വിശ്വാസമാണ് നമ്മെ നയിക്കുന്നത്, ആ വിശ്വാസമാണ് നമുക്ക് ദൈവവചനം നൽകിയത്. ആ വിശ്വാസത്തിനകത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ധാർമ്മിക മനസാക്ഷിയെ തിരിച്ചറിയാൻ കഴിയൂ, നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായിട്ട് മാറൂ. കേവല വ്യക്തിപരമായ വിശ്വാസം, അവനവന്റെ യുക്തിബോധം എവിടെയെല്ലാം പാളിപ്പോകുന്നുവോ അവിടെയെല്ലാം പാളിപ്പോകും. നമ്മുടെ യുക്തിയെയും മനസാക്ഷിയെയും തീർത്തും അവഗണിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. നമ്മുടെ മനസാക്ഷി നിരന്തരം വിശുദ്ധീകരണത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ട് കാണേണ്ടത് അന്ധവിശ്വാസത്തെ അതിജീവിക്കണമെന്ന ആഗ്രഹമുണ്ടോ, അന്ധവിശ്വാസത്തിൽ നിന്ന് മോചനം നടണമെന്ന ആഗ്രഹമുണ്ടോ? നിശ്ചയമായും മനസാക്ഷിയിലേക്ക് തിരിയണം. എന്താണ് മനസാക്ഷി എന്ന ബോധ്യം ഉണ്ടാവണം. ദൈവം ഒരു ആന്തരിക പ്രേരണ തരുന്നു. ആ ആന്തരിക പ്രേരണയ്ക്ക് അനുചിതമാം വിധം നിലപാടെടുക്കാൻ നൽകുന്ന ആന്തരിക ശക്തിയാണ് മനസാക്ഷി. ഒരു ദൈവിക പ്രേരണയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ആ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമ്മിലുള്ള ആന്തരിക പ്രേരണാ ശക്തിയാണ് മനസാക്ഷി. ഈ മനസാക്ഷിയുടെ സ്വരം നാം ശ്രവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അന്ധവിശ്വാസത്തെ തിരിച്ചറിയാൻ പറ്റൂ. നമ്മുടെ വിശ്വാസത്തിനകത്തേക്ക് കടന്നുകൂടിയിട്ടുള്ള, നമ്മുടെ വിശ്വാസത്തെ മലീമസമാക്കുന്ന അന്ധവിശ്വാസത്തിന്റെ വേരുകളെ നമുക്ക് പിഴുതു മാറ്റാൻ പറ്റൂ. അന്ധവിശ്വാസം രൂഢമൂലമായ ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിന്റെ അനുരണനങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും. എവിടെയും ലോകത്ത് തെറ്റായ ബോധ്യങ്ങൾ, വിശ്വാസ ബോധ്യങ്ങൾക്കകത്തേക്ക് കടന്നുകൂടുന്നത് ലളിതമായ യുക്തികളിലൂടെയാണ്. നമ്മൾ അങ്ങനെയുള്ള യുക്തികളെ കുറിച്ച് ബോധമുള്ളവരാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ, ഈ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വിമർശബോധത്തോടെ കാണാൻ, വിമർശന ബോധത്തോടെ അല്ല, വിമർശബോധത്തോടെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഇതിന്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുക. കേവലം ലളിതമായി പറഞ്ഞാൽ ഒരുപക്ഷെ തെറ്റാണ് നമ്മൾ കരുതിയേക്കാം, പക്ഷേ നമ്മളെ അത് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. ഇരുട്ടിൽ പിശാച് പതിയിരിക്കുന്നു എന്നുള്ളത് ബാല്യകാലം മുതൽ നാം കേട്ടിട്ടുള്ളതും പരിചയിച്ചിട്ടുള്ളതുമായ കഥകളിലും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുള്ള അനുഭവങ്ങളിലും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ അനുഭവിച്ചു പോകുന്ന ഒരു പാറ്റേണാണ്. അതുകൊണ്ട് അന്ധകാരത്തോട് നമുക്കൊരു ഭയമുണ്ട്, ഇരുട്ടിനോടൊരു ഭയമുണ്ട്. വാസ്തവത്തിൽ സോളമൻ ദേവാലയം നിർമ്മിക്കുമ്പോൾ അവിടെ ഈ അന്ധകാരം ഇറങ്ങി വരുന്നു, ഈ അന്ധകാരത്തിൽ പരസ്പരം കാണാൻ പറ്റാതാവുന്നു, അവിടെ ദൈവം വരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമുക്ക് ഇരുട്ടിനെ ഭയമാണ്. ഈ ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം നമ്മിൽ ഉണ്ടാക്കിയത്, അതിനകത്ത് പിശാച് പതിയിരിക്കുന്നുണ്ടാക്കിയത് ഒരു അന്ധവിശ്വാസമാണ്. പിശാച് കൊമ്പും പാലുള്ള ആളായിട്ട് കാണുന്നത് ഒരു അന്ധവിശ്വാസമാണ്. പിശാച് ഇങ്ങനെ വസ്തുക്കളിലും അവിടെ ഇവിടെയൊക്കെ പതിയിരിക്കുന്നു എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവം ആരാണെന്ന് ഉറപ്പുള്ള ബോധ്യം ഉണ്ടാകണം. ദൈവം എങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് ബോധ്യം ഉണ്ടാകണം. പിശാച് എങ്ങനെയാണ് ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് ബോധ്യം ഉണ്ടാകണം. പൈശാചിക തിന്മകളെ കുറിച്ച് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ ഏറെ പ്രചരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, പിശാചിനെ കുറിച്ചും അന്ധവിശ്വാസമുണ്ട്. കുറെ അന്ധവിശ്വാസങ്ങൾ നീങ്ങിയത് ഇലക്ട്രിക് പോസ്റ്റുകൾ വന്നപ്പോഴാണ്. വെളിച്ചം വന്നു, വഴിവിളക്കുകൾ വന്നു. ഇപ്പോൾ വഴി പതിയിരുന്ന പിശാച് കാണാതെയായി. ഇപ്പൊ ആ പിശാച് എവിടെയാണ് കുടിയേറിയിട്ടുള്ളത്? നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നിങ്ങളുടെ കട്ടിലിനടിയിൽ ഒക്കെ കയറിയിരിക്കാന്നാ പറയണേ. അതായത് നിങ്ങളെ കൂടുതൽ ദുർബലരാക്കാൻ വേണ്ടി ഒരു അന്ധവിശ്വാസം പിശാചിന്റെ മേൽ മെനഞ്ഞെടുക്കപ്പെടുകയാണ്. പിശാച് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നൊരു അന്ധവിശ്വാസം നമ്മൾ സ്വീകരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നതുപോലെ തന്നെ പിശാചിൽ വിശ്വസിക്കുന്നു എന്നതും, പിശാച് ഇങ്ങനെ നിരന്തരം നമ്മെ ഉപദ്രവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതും വാസ്തവത്തിൽ അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ നിങ്ങൾ പ്രഥമമായി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അത് മനസാക്ഷിയുടെ വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസാക്ഷിയുടെ വിശുദ്ധീകരണത്തിനായി നിരന്തരം നാം പ്രാർത്ഥിക്കണം. ഹെബ്രായർ 9:14 പറയുമെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ അതിന്റെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ പിഴവുകളെ തിരിച്ചറിയാനും അന്ധവിശ്വാസത്തെ മനസ്സിലാക്കാനും കെൽപ്പുണ്ടായത് മനസാക്ഷിയുള്ള വിശുദ്ധീകരണത്തെ സംബന്ധിച്ച ബോധ്യം ഉണ്ടായപ്പോഴാണ്. ഈ വിശുദ്ധീകരണം സംഭവിച്ചതാണ്.
യേശുക്രിസ്തുവിന്റെ രക്തം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ രക്തം നമ്മുടെ മനസാക്ഷി നിരന്തരം കഴുകിക്കൊണ്ടിരിക്കുന്നു. നാം മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു ധാർമ്മിക മനസാക്ഷിയെ വിശ്വാസം മുഖേന നാം സ്വീകരിക്കുന്നുണ്ട്. ഈ ധാർമ്മിക മനസാക്ഷി ഒരു അടിസ്ഥാന ബോധ്യമായി നമ്മിലുണ്ട്. ആ മനസാക്ഷി ഉണരണമെങ്കിൽ നമ്മുടെ മനസാക്ഷിക്കകത്ത് കടന്നുകൂടിയിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. ഈ അബദ്ധങ്ങൾ കഴുകിപ്പോകുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെ അബദ്ധങ്ങൾ കഴുകിപ്പോയില്ലെങ്കിൽ ഇരുട്ടിന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ കട്ടിലിനടിയിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വാതിലുകളൊക്കെ അടച്ചു കഴിയുമ്പോഴും എങ്ങനെയും ഭിത്ത് തുളച്ച് പ്രേതം അകത്ത് വരുമെന്ന് നമ്മൾ വിശ്വസിക്കും. ആത്മാക്കൾ കറങ്ങി കിടക്കുന്നു നമ്മൾ വിശ്വസിക്കും. വിശ്വാസമാണെന്ന് ധരിക്കുകയും അതേസമയം അന്ധവിശ്വാസത്തിൽ കുടുങ്ങുകയും ചെയ്യും. വിശ്വാസം എന്നത് അടിസ്ഥാനമുറപ്പിക്കുന്നത് അപ്പോസ്തലമായ വിശ്വാസത്തിലാണ്. ആ വിശ്വാസം സൈഹിക വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്നുണ്ട്. നിക്കോ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ നാം നമ്മുടെ മാമോദീസയെ നവീകരിക്കുകയാണെന്നും ആ മാമോദീസ നവീകരിക്കപ്പെടുന്നത് വഴി ധാർമ്മിക മനസാക്ഷിയിൽ നമ്മൾ ഉറക്കുകയാണെന്നും അങ്ങനെ ക്രിസ്തു അവബോധത്തിൽ ലോകത്തെ കാണാനും ജീവിതത്തെ കാണാനും നമ്മൾ പ്രാപ്തരാകുകയാണെന്നും നമ്മിൽ ക്രിസ്തു വസിക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്നതിന് പകരം ഈ വിശ്വാസത്തെ മറപിടിച്ചിട്ട് നിരവധി അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുകയാണ്. ഇപ്പൊ ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. ഞാനൊരു പ്രാർത്ഥനയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല. ജെറീക്കോ പ്രാർത്ഥന നിങ്ങൾ ചെല്ലുകയാണെന്ന് ഇരിക്കട്ടെ. ഞാനും ജെറീക്കോ പ്രാർത്ഥന നടത്തിയിട്ടുള്ള ആളാണ്. പലയിടങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ വരെ ഞാൻ ജെറീക്കോ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ധ്യാന കേന്ദ്രങ്ങളുടെ ചുറ്റും പിശാച് പോകാൻ വേണ്ടിയാണ്. ആദ്യകാലത്ത് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയ്ക്കകത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ജെറീക്കോ പ്രാർത്ഥന കുഴപ്പമായിട്ടല്ല. ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് കാരണമാകുന്ന കാര്യം എന്താണ്? പിശാചിന്റെ പ്രബലമായൊരു ശക്തി തങ്ങൾ വസിക്കുന്നിടത്തെ ആ പ്രദേശത്തെ ഭരിക്കുന്നു എന്ന ചിന്തയാണ്. ഈ ജെറീക്കോ വൻമതിൽ ഇടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട പഴയ നിയമത്തിലുള്ള സംഭവവും ഇന്ന് ആ പ്രാർത്ഥന വഴി നാം കൊണ്ടുവരുന്ന വിശ്വാസത്തിന്റെ ബോധ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒന്ന്, ഒരു രാജ്യത്തെ കീഴടക്കാൻ ഇസ്രായേലിന് ശക്തി നൽകുന്ന ദൈവത്തിന്റെ ഒരു ഇടപെടലായിട്ടാണ് ഈ ജെറീക്കോ സംഭവം കാണുക. ഇതെടുത്തിട്ടാണ് നമ്മൾ ജെറീക്കോ പ്രാർത്ഥന നടത്തുക. ജെറീക്കോ പ്രാർത്ഥന ഇപ്പൊ വീടിന് ചുറ്റും നടത്തുകയാണെന്നിരിക്കട്ടെ. എന്താ നമ്മൾ പറയുന്നത്? നമ്മുടെ വീടിനകത്ത് ചെകുത്താനുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ചെകുത്താനുണ്ട്, അതിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നമ്മളൊരു കോട്ട കെട്ടുകയാണെന്നാണ്. നിങ്ങൾ മാമോദീസ സ്വീകരിച്ച ആളാണ്. മാമോദീസ സ്വീകരിച്ച ഒരാൾ എവിടെ ജീവിക്കുന്നുവോ അവിടെ അയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അയാൾ ആര് വസിക്കുന്നുണ്ട്? യേശു വസിക്കുന്നുണ്ട്. അയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, വിശ്വസിക്കുമ്പോൾ മാത്രം വരുന്നൊരു ശക്തിയല്ലത്. നമ്മുടെ സംഖ്യാപുസ്തകം 23:21 പറഞ്ഞിട്ട് പറയും ആഭിചാരം വിശ്വാസി കേൾക്കുകയില്ലെന്ന് പറയും. എന്നിട്ട് പറയും വിശ്വസിച്ചാലല്ലേ? വിശ്വസിച്ചാലല്ല. നമ്മളൊരു പ്രാവശ്യം ഒരു കാര്യം ഏറ്റു പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ ഏറ്റുപറയുകയും വിശ്വാസത്തിന്റെ തുടർച്ചയായി നമ്മളത് ആഘോഷിക്കുകയും ചെയ്യുകയാണ് മാമോദീസയിൽ. ഈ മാമോദീസയുടെ ഭാഗമായിട്ട് കൗദാശികമായ ഒരു ജീവിതമാണ് നമ്മുടേത്. നമുക്കതിനെക്കുറിച്ച് ബോധ്യമില്ല, അതായത് വിശ്വാസം ഇല്ല. എന്നിട്ട് നമ്മൾ പിശാചിനെ ഭയപ്പെടുകയാണ്. പിശാച് ആരാണ്? ക്രിസ്തുവിനാൽ തോൽപ്പിക്കപ്പെട്ട ഒരാളാണ്. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമോ? പ്രലോഭകനായിട്ട് വരും. അങ്ങനെ പ്രലോഭകനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകിയിട്ടുണ്ട്. വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ ശക്തീകരണത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. ഈ ആത്മാവ് മുഖേന പിശാചിന്റെ പ്രലോഭനങ്ങൾ നേരിടാൻ നമുക്ക് കഴിയും. എന്നുണ്ടെങ്കിൽ പിശാചിനെ ഭയപ്പെടാതെ, ഭയപ്പെടുക എന്ന് വെച്ചാൽ ഒരു ആരാധന തന്നെയല്ലേ? ഭയപ്പെടുന്നത് ഒരു ആരാധനയാണ്. ഉണ്ട് എന്ന് ഉറപ്പിക്കലാണ്, അവൻ ശക്തനാണെന്ന് പറയലാണ്. സർവശക്തനായ ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ, വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ ഇരുട്ടിന് നാം ഭയപ്പെടേണ്ടത് എന്തിന് പിശാചിന് നാം ഭയപ്പെടണം? വിശ്വാസക്കുറവാണ് അതിന്റെ പുറകിലുള്ളത്. അപ്പൊ ജെറീക്കോ പ്രാർത്ഥന നടത്തുന്നവർ വിശ്വസിക്കുന്നത് ഇവിടെ പിശാചുണ്ടെന്നും ആ പിശാച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓടിപ്പോകുമെന്നാണ്. വാസ്തവത്തിൽ പിശാചിന് അങ്ങനെ നിലനിൽക്കാൻ സാധ്യമല്ല. പിശാച് എവിടെയാണ് കൂടുകൂട്ടുന്നത്? അത് മനസ്സിനകത്താണ്. മനസ്സിനകത്ത് പിശാചിന് ഇടമുണ്ട്. മനസ്സിനകത്ത് പിശാചിന് ഇടം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ലോകത്തിന്റെ സാമാന്യതയ്ക്കകത്ത് ജീവിക്കാൻ മനസാക്ഷിയേക്കാൾ ഉപരിയായി വിശ്വാസം നൽകുന്ന ധാർമ്മിക ബോധത്തെക്കാൾ ഉപരിയായി ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് കുടുങ്ങുന്നു. അങ്ങനെ ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് കുടുങ്ങിപ്പോകുമ്പോൾ ഈ ലോക താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇടം നേടും. ആ ഇടത്തിലാണ് യഥാർത്ഥത്തിൽ പൈശാചിക തിന്മകൾ പ്രവർത്തിക്കുക. നമ്മുടെ അകത്ത് കയറി പിശാച് വസിക്കുന്നൊന്നല്ല, നമ്മുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കാൻ അവന് കഴിയും. ആ മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ അവന് കഴിയും. അവൻ നിരന്തരമായി പ്രലോഭനം നടത്തുന്നുണ്ട്. ഒരു വസ്തു കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു, സ്വാഭാവികമാണ്. ആ ഇഷ്ടം അത് നേടിയെടുക്കണമെന്ന ആസക്തിയിലേക്ക് അല്ലെങ്കിൽ തീവ്രമായ അഭിനിവേശത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ
ആരുടെ പ്രലോഭനം കാരണമായിട്ട് മാറും? പൈശാചിക പ്രലോഭനം കാരണമായിട്ട് മാറും. ഈ പൈശാചിക പ്രലോഭനം എന്താ ചെയ്യുന്നത്? പൈശാചിക പ്രലോഭനം നമ്മുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കുകയും നമ്മുടെ മനസ്സിന്റെ കൽപ്പനാശേഷിയിൽ ഇടപെടുകയും കൽപ്പനാശേഷിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ വസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. ഈ സങ്കല്പ ചിത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ആ സങ്കല്പ ചിത്രത്തെ സ്വന്തമാക്കാനുള്ള അഭിനിവേശം നമ്മിൽ വളരും. ആസക്തിയായിട്ടത് മാറും. ഈ ആസക്തിയായിട്ട് മാറുമ്പോൾ അതിന്റെ ധാർമ്മിക അധാർമിക കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാണ്ടാവുകയും അത് ഏതു വിധേനയും സ്വന്തമാക്കുക എന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അങ്ങനെ മോഹം കീഴടക്കും, സ്വാർത്ഥം കീഴടക്കും. സ്വാർത്ഥം കീഴടക്കി കഴിയുമ്പോൾ നമ്മൾ അന്ധരായി മാറും. ഈ അന്ധതയാണ് പൈശാചിക പ്രവൃത്തിയുടെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പൈശാചികതയെ തിരിച്ചറിയേണ്ട വിധം തിരിച്ചറിയാതെ ജീവിതത്തിനകത്ത് വേണ്ടുവോളം അവന് ഇടം കൊടുത്തുകൊണ്ടും അതേസമയം അവനെ ഭയപ്പെട്ട് ആരാധിച്ചുകൊണ്ടും, അവനെ ഭയന്നുകൊണ്ടാണ് നന്മ നിറഞ്ഞവരും ചെല്ലുന്നത്, അവനെ ഭയന്നുകൊണ്ടാണ് മിഖായേൽ മാലാഖയുടെ ചിത്രം വെക്കുന്നത്, അവനെ ഭയന്നുകൊണ്ടാണ് ആനം വെള്ളം കുടിക്കുന്നത്, അവനെ ഭയന്നുകൊണ്ടാകുമ്പോൾ ഇതെല്ലാം അവന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറും. അങ്ങനെ അവന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ദൃഢമായി തീരും. ഇങ്ങനെ ഭയത്തിന്റെ നിഴലിലേക്ക്, ഒരു അന്ധകാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ ചെയ്യുന്നത്. എവിടെയാണ് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്? ധാർമ്മിക മനസാക്ഷിയിൽ ഉറയ്ക്കാൻ പറ്റാതെ പോകുന്നതാണ്. ധാർമ്മിക മനസാക്ഷിയെക്കുറിച്ച് വ്യക്തമായൊരു പാഠം ഇതിന് പിന്നാലെ നൽകാമെന്ന് കരുതാണ്. കാരണം സഭ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സഭ എന്താണ് ധാർമ്മിക മനസാക്ഷിയെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച്. പലപ്പോഴും നമ്മളിത് പറയുമ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞിട്ട് ദൈവവചനം വളരെ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ, വചനമല്ലേ പറയേണ്ടത്? വചനം നമുക്ക് നൽകപ്പെട്ടതാണ്. വചനം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി നൽകുകയാണ് സുവിശേഷ പ്രഘോഷണം വഴി ചെയ്യേണ്ടത്. നിങ്ങളുടെ അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും വിധം നിങ്ങളുടെ മനസ്സിന്റെ ബോധ്യങ്ങളെ അഴിച്ചു പണിയുകയും നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ ഇടയാകും വിധം നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ ലോകത്തിന്റെ യാഥാർത്ഥ്യവും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ക്രമപ്പെടുത്തുന്ന പ്രവൃത്തിയിലേക്കാണ് സുവിശേഷ പ്രഘോഷണം പോകേണ്ടത്. കുറെ വചനങ്ങൾ ചിട്ടയായിട്ട് പറയുന്നു, വചനം മാത്രമേ ഞാൻ സംസാരിക്കൂ. വചനത്തെ എപ്പോഴും നിങ്ങൾ ശബ്ദമായിട്ടാണ് കാണുന്നത്, വാക്യമായിട്ടാണ് കാണുന്നത്. വചനം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിൽ, സഭാത്മകമായ ബോധത്തിൽ, വിശ്വാസത്തിനകത്ത് നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ട് മാത്രമേ, മനസാക്ഷിയെ വിശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തെറ്റിനെ കണ്ടെത്താൻ പറ്റൂ. മനസാക്ഷിയെ 6 ഭാഗങ്ങളായിട്ട് പറയും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ഇവിടെ പറയുന്നില്ല. എങ്കിലും 6 ഭാഗങ്ങൾ പ്രധാനമായിട്ടുള്ളത് ശരിയായ മനസാക്ഷിയാണ്. അതായത് ഒരു ദൈവിക പ്രേരണ ഉണ്ടാവുന്നു. ദൈവിക പ്രേരണ എന്താണ്? പ്രധാനമായും സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ അടിയുറച്ചതാണ്. ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ, ദൈവമക്കളുടെ നിലയ്ക്ക് വളരൂ എന്നാണ്. കാരുണ്യം കാണിക്കുമെന്നാണ്. ഇപ്പൊ ക്രിസ്തുവാകുന്ന ബോധ്യത്തെ മനസാക്ഷിയുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വെക്കുക. വചനമാകുന്ന ക്രിസ്തുവിനെ മനസാക്ഷിയുടെ കേന്ദ്രത്തിൽ വെക്കുക. അങ്ങനെ ക്രിസ്തുബോധത്തിനകത്ത് ജീവിക്കുന്നതിനാണ് ശരിയായ മനസാക്ഷിയായി കാണേണ്ടത്. ഇത് വിശ്വാസവുമായി അകലുള്ള കാര്യമല്ല. ഇവിടെയാണ് വിശ്വാസം യാഥാർത്ഥ്യമായി മാറുന്നത്. ഇങ്ങനൊരു വിശ്വാസ ബോധ്യം മനസാക്ഷിക്കകത്തുണ്ടെങ്കിൽ മനസാക്ഷിയുടെ വിധിത്തീർപ്പ് ഏത് പ്രവൃത്തിയിലാണെങ്കിലും കൃത്യമായിരിക്കും. പക്ഷേ നമ്മുടെ മനസാക്ഷിക്കകത്ത് ഈ നേർബോധം മാത്രമല്ല ഉള്ളത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും നമ്മൾ ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഓക്സിജൻ മാത്രമേ ജീവപ്രാണവായുവായിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ശ്വസിക്കുന്നത് എല്ലാം കൂടി കലർന്നൊരു വായുവാണ്. അതിൽ വിഷവാതകം ഉണ്ടെങ്കിലോ? ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നത്, അതിന് കൂടെ വിഷവാതകം ഉണ്ടെങ്കിലോ ആ വിഷവാതകം നമ്മുടെ ജീവന് ഹാനിയായിട്ട് മാറും. അതേപോലെയാണ് ഈ ലോകത്തുള്ള പല ബോധ്യങ്ങളും അകത്തേക്ക് കയറി വരുന്നു. ശാസ്ത്രയുക്തികളെ കുറിച്ചൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്, വിശ്വാസാബദ്ധങ്ങളെ കുറിച്ചാണ്. വിശ്വാസാബദ്ധങ്ങൾ ആണ് പ്രധാനമായും ഇവിടെ അപകടമായിട്ട് മാറുന്നത്. വിശ്വാസം എന്ന് വെച്ചാൽ പ്രാണന്റെ ശ്വാസമാണ്. സാധാരണ ശ്വാസത്തെക്കാൾ വിശേഷപ്പെട്ട ശ്വാസമാണ്. ആ ശ്വാസം അകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകയുക്തികൾ കടന്നു വരും. നമ്മൾ സയൻസിൽ കാണേണ്ടത്, ശാസ്ത്രത്തെ കാണേണ്ടത് എങ്ങനെയാണ്? സയൻസ് എന്നാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. ശാസ്ത്രം എന്നാൽ ശാസിക്കപ്പെട്ടതെന്ന് അർത്ഥമുള്ളൂ. സയൻസ് എന്നൊരു കാര്യത്തെ എടുക്കുമ്പോൾ എങ്ങനെയാണ്? അത് വസ്തുനിഷ്ഠ ലോകത്തെക്കുറിച്ചാണ്. ലോകത്തെ മനസ്സിലാക്കാനാണ്, ചുറ്റുപാടുകളെ മനസ്സിലാക്കാനാണ്. ആ മനസ്സിലാക്കൽ പ്രക്രിയ വഴി നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തെ പടുത്തുയർത്തിയാണ് ശാസ്ത്രം ചെയ്യുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൃദയപരമായിട്ടൊന്നാണ്, കാണാൻ പറ്റാത്ത ഒന്നാണ്, ഭാവാത്മകമായ ഒരു കാര്യമാണ്. സ്നേഹം പോലെ, സത്യം പോലെ ഒരു കാര്യമാണ്. സ്നേഹം എന്നത് തന്നെയാണ് വിശ്വാസം, സത്യം എന്നത് തന്നെയാണ് വിശ്വാസം. വിശ്വാസവും സത്യവും സ്നേഹമൊന്നും നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയില്ല. ഇത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെടേണ്ടതാണ്. സത്യപക്ഷത്ത് നിലകൊള്ളുക എന്നതിനർത്ഥം വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നാണ്. ഇത് മനസാക്ഷിയിൽ സത്യബോധമായിട്ട് ക്രിസ്തു ഉണ്ടാവുക, ആ ക്രിസ്തു ജീവിത നിലപാടായിട്ട് മാറുക.
അതിന് നിങ്ങൾ വചനം മുഴുവൻ വായിച്ച് പഠിക്കണമെന്നില്ല. ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, യേശു ക്രിസ്തു സത്യമാണെന്നൊരു കാര്യം. അങ്ങയുടെ വചനമാണല്ലോ സത്യം. ആ വചനം എന്താ വെളിപ്പെടുത്തിയത്? ദൈവത്തിന്റെ സ്നേഹമാണ് വെളിപ്പെടുത്തിയത്. ആ വചനം എന്താണ് പറഞ്ഞത്? നിങ്ങൾ ലോകത്തൊന്നിനെ ആരാധിക്കരുതെന്നാണ്. പകരം നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ദൈവ ആരാധന നിങ്ങളുടെ ജീവിതമാണ്. ആ ആരാധനയുടെ മാർഗം സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ സ്നേഹിക്കണമെന്നതും സഹോദരനെ സ്നേഹിക്കണമെന്നതും നിയമത്തിന്റെ 2 ഭാഗങ്ങളായി ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് ദൈവത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 31 വരെ തിരുവചനങ്ങൾ വ്യക്തമായത് പഠിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും സഹോദരനെ സ്നേഹിക്കും. സഹോദര സ്നേഹത്തിലാണ് ദൈവസ്നേഹം വെളിപ്പെടേണ്ടത്. സഹോദരനെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളിൽ സ്നേഹം ഒഴുകുന്ന പ്രവൃത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ തിരുവചനങ്ങൾ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരികൊഴുകും. ഈ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്, സ്നേഹത്തിന്റെ ഒഴുക്ക് നാം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ നമ്മിൽ അനുഭവിക്കാൻ കഴിയുക. അവിടെയാണ് നമുക്ക് നമ്മിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക. അപരത്വത്തിൽ ദൈവത്തെ കാണാത്തവന് അവനവനിൽ ദൈവത്തെ കാണാൻ കഴിയില്ല. അപ്പൊ വിശ്വാസത്തിന്റെ അടിയുറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം, ശരിയായ മനസാക്ഷിയിലേക്ക്. ഈ ശരിയായ മനസാക്ഷി നന്മയിൽ ഉന്മുഖമായതാണ്. നമ്മൾ പ്രസാദവരത്തെ കുറിച്ച് പറയുന്നത് പോലെ ജന്മപാപമില്ലാത്തപ്പോ പ്രസാദവരം ഉണ്ടാവും. ഉത്ഭവപാപം മാമോദീസയിൽ നീങ്ങപ്പെട്ടപ്പോ നമുക്കും ഈ പറഞ്ഞ പ്രസാദവരമുണ്ട്. ആ പ്രസാദവരം എന്താണ്? നന്മ ചെയ്യാനുള്ള ശേഷി, നന്മ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഈ നന്മ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ധാർമ്മിക മനസാക്ഷിയായിട്ട് നമ്മുടെ അകത്തുള്ളപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വിവേചിച്ചറിയാൻ പറ്റുക. ഇതാണ് ശരിയായ മനസാക്ഷി. രണ്ടാമത്തെ മനസാക്ഷി തെറ്റായ മനസാക്ഷിയാണ്. തെറ്റായ മനസാക്ഷി ഏതാണ്? അവിടെ ഈ പ്രസാദവരത്തിന്റെ ഭാഗമല്ലാതെ നന്മതിന്മകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസാക്ഷി ഉണ്ടാകുക. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ എൻ്റെ യുക്തിക്കനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എല്ലാവരും അവരവരുടെ യുക്തിക്ക് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരും എല്ലാവർക്കും എതിരായിട്ട് മാറും. ധാർമ്മിക മനസാക്ഷിയാണുള്ളതെങ്കിൽ എല്ലാവരും സ്നേഹത്തിൽ അടിയുറയ്ക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനസാക്ഷിയാകുമ്പോഴോ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ലാതെ വരും. അപ്പൊ തെറ്റായ മനസാക്ഷി ഉണ്ടാകും. ലോകത്തുനിന്ന് നിരവധി കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരും, ലോകയുക്തികൾ കടന്നു വരും. ബാല്യകാലം മുതൽ കേട്ടുപഠിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ മനസാക്ഷിക്കകത്തുണ്ട്. ഇരുട്ടത്ത് പിശാചിരിപ്പുണ്ടെന്നുള്ളതും പിശാച് നിങ്ങളെ ഏത് സമയവും ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ളതും നമ്മൾ ചെറുപ്പകാലം മുതലേ കേട്ടിട്ടുള്ളതാണ്. 2 കണ്ണുള്ള ആൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം തന്ന് ശീലിപ്പിച്ചിട്ടുള്ളത്. ചെകുത്താൻ പിടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് മാതാപിതാക്കൾ പല കാര്യങ്ങളിലും പണ്ട് അനുസരിപ്പിച്ചിരുന്നത്. ഇന്നത് മൊബൈൽ കൊടുത്തിട്ടാണ്. ഇതെന്ത് ചെയ്തിട്ടാണെങ്കിലും ഒരാൾക്ക് അനുസരണം ഉണ്ടാകേണ്ടത് സ്നേഹത്തിൽ നിന്നാണെന്ന പരമപ്രധാനത്തെ, ഒരാളെ സ്നേഹിച്ചുകൊണ്ടാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്ന കാര്യത്തെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ലോകയുക്തികൾ കടന്നു വരിക. അപ്പോഴാണ് ലോകം പറയുന്നതനുസരിച്ചൊരു മനസാക്ഷി. ലോകം എന്താ പറയുന്നത്? ലോകത്തിന്റെ മനസാക്ഷിയും ക്രിസ്തുവിന്റെ മനസാക്ഷിയും നമ്മളെ വ്യത്യാസം എന്താണ്? ക്രിസ്തുവിന്റെ മനസാക്ഷി പറയുന്നു നിനക്കുള്ളത് വിറ്റ് ദരിദ്രന് കൊടുക്കുക. ലോകത്തിന്റെ മനസാക്ഷി പറയുന്നു മറ്റുള്ളവരുടെ പിടിച്ചെടുക്കുക. മിനിമം സ്വന്തമായി അധ്വാനിക്കുന്ന ആർക്കും കൊടുക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക. ദൈവത്തിന്റെ മനസാക്ഷി പറയുന്നു ദാരിദ്ര്യമാണ് നല്ലത്, അതല്ലെങ്കിൽ നീ സമ്പത്ത് കൂട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല. സ്വർഗത്തിൽ സമ്പത്ത് ഉണ്ടാകാൻ നിന്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ലോകത്തിന്റെ മനസാക്ഷി പറയുന്നു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കൂ, ഷെയർ മാർക്കറ്റിലിടൂ, എങ്ങനെയും പണം ഉണ്ടാക്കൂ, പണമാണ് പ്രധാനം. ദൈവം പറയുന്നു അപരത്വമാണ് പ്രധാനം, സ്നേഹമാണ് പരമപ്രധാനം. ലോകം പറയുന്നു സ്നേഹം മണ്ണാങ്കട്ട, അത് മാറ്റിവെക്കൂ, കാര്യലാഭമാണ് പ്രധാനം, അതുകൊണ്ട് സ്നേഹത്തെക്കാൾ വലുത് പണമാണ്. ദൈവരാജ്യം പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് കിടക്കാൻ എണ്ണം കൊടുക്കണം. ലോകം പറയുന്നു നീ വലിയ മാളിക വെച്ച് അടച്ചുപൂട്ടി അതിനകത്ത് കയറിയിരിക്കണം. ലോകമനസാക്ഷിയും ദൈവമനസാക്ഷിയും എന്നുള്ള ഭേദം പറയാൻ വേണ്ടി പറഞ്ഞതാ. ലോകമനസാക്ഷി പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം. ദൈവം പറയുന്നു നിങ്ങൾ എതിർക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം. ലോകമനസാക്ഷി പറയുന്നു അവൻ കൂട്ടാൻ കൊള്ളാത്തവനാണ്, അവനെ തട്ടിക്കളയണം. ദൈവമനസാക്ഷി പറയുന്നു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവരെ ചേർത്ത് പിടിക്കുവിൻ, അവർക്ക് വേണ്ടി നിലകൊള്ളുവിൻ. ഈ മനസാക്ഷിയുടെ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് തെറ്റായ മനസാക്ഷി, ലോകത്തിന്റെ മനസാക്ഷി എന്ന് പറയുന്നത്. ലോകം തെറ്റാണെന്ന അർത്ഥത്തിലല്ല, ലോകത്തുള്ളതെല്ലാം തെറ്റാണെന്ന അർത്ഥത്തിലല്ല. ലോക മനസാക്ഷിക്ക് ഇപ്രകാരം ഒരു സ്വഭാവമുണ്ട്. അതിന്റെ സ്നേഹം വ്യാപാര സദൃശമാണ്. ഇവിടെ ആകട്ടെ ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ് ആണ്, ക്ഷമിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ്.
ഈ രണ്ട് വ്യതിയാനങ്ങളുണ്ട്. അതുകൊണ്ട് തെറ്റായ മനസാക്ഷിയാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്. സാമാന്യമായിട്ട് ലോകമനസാക്ഷി തെറ്റായ മനസാക്ഷിയാണെന്ന് പറയാൻ കാര്യം അതാണ്. അവിടെ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ല. ഇനി അടുത്തത് പാപകരമായ മനസാക്ഷിയാണ്. അറിയാം സമ്പാദിക്കുകയല്ല വേണ്ടത്, കൊടുക്കുകയാണ് വേണ്ടതെന്നറിയാം, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് പൈശാചിക പ്രലോഭനം ഉണ്ടാകുന്നതുകൊണ്ടാണ്. പണമാണ് വലുത് മകനെ, ഇത് നഷ്ടപ്പെടുത്തിയ വില ഉണ്ടാകില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യം ശരിയാണ്, നന്മയാണ് ചെയ്യേണ്ടതെന്നറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ അകത്ത് തന്നെ പാപവാസനയുണ്ട്. ആ പാപവാസന പൈശാചിക പ്രലോഭനത്തിൽ ഉണർത്തപ്പെടുകയും മനസാക്ഷിക്ക് വിരുദ്ധമായി നമ്മൾ തെറ്റുകയും ചെയ്യുന്നു. ഇതാണ് പാപകരമായ മനസാക്ഷി. ആ പാപകരമായ മനസാക്ഷി നമ്മെ വിലക്കും. അപ്പൊ പാപകരമായ മനസാക്ഷി ഉപേക്ഷിക്കാൻ പറ്റണം. ഇനിയുള്ളത് ചഞ്ചല മനസാക്ഷിയാണ്, സംശയമുള്ള മനസാക്ഷിയാണ്. ഈ ചഞ്ചല മനസാക്ഷി എങ്ങനെയാണ്? ഒരു കാര്യം വേണോ വേണ്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല, ശരിയാണോ തെറ്റാണോ തീരുമാനം എടുക്കാൻ പറ്റില്ല, എന്ത് കേട്ടാലും ഇങ്ങനെ പരസ്പരം ഭിന്നിച്ച് നിൽക്കും. ഇത്തരത്തിലുള്ള മനസാക്ഷി ഉണ്ടായാൽ ഒരു പ്രവൃത്തിയും നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റൂല. ഒരാളോട് കയർക്കണോ ദേഷ്യപ്പെടാതിരിക്കണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ന്യായമല്ലേ പറയുന്നതെന്ന് തോന്നും, പക്ഷെ ന്യായമല്ലല്ലോ എന്നുള്ളു വിലക്കും. അങ്ങനെ ചഞ്ചലചിത്തരായി മാറും. അങ്ങനെ ചഞ്ചല മനസാക്ഷിയുണ്ട്. ഇനി സംശയകരമായ മനസാക്ഷിയുണ്ട്. ചിലർക്ക് കുമ്പസാരിച്ചാൽ പോലും ബോധ്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതനെ വിളിച്ചിട്ട് പറയാണ്, ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ്, മരണാസന്നായി കിടക്കുകയാണ്, ഇപ്പോഴും പഴയ പാപങ്ങളെ കുറിച്ചുള്ള ദുഃഖമാണ്, പണ്ടൊക്കെ അങ്ങനെ ചെയ്തു പോയെന്ന് പറയണേ. ഇത് പല കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, മോചനം കിട്ടിയിട്ടുള്ളതാണ്, ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ എപ്പോഴും പെശകാണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ധാർമ്മിക മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന് അനന്ത കാരുണ്യത്തെയും സ്നേഹത്തെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിരാശയിലേക്ക് നിബന്ധിക്കാൻ ഇടയാകുന്നു. ഇവിടെ പൈശാചിക പ്രവർത്തനമുണ്ട്. പിശാചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ദൈവത്തിന് അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു പറയാൻ പറ്റണം, ദൈവം നമ്മെ സ്നേഹിക്കും, അനന്ത കാരുണ്യമാണ്. ഞാൻ തെറ്റ് ചെയ്തവനാണ്, പക്ഷെ എന്നെ കൈവിടാത്ത ദൈവമാണ് ക്രിസ്തു, എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ഇത് ഹൃദയത്തിൽ ബോധ്യമുണ്ടാകുന്നതിന്റെ പേരാണ് വിശ്വാസം. അപ്പൊ ശരിയായ മനസാക്ഷിയിൽ നടന്ന് ചഞ്ചല മനസാക്ഷിയിലേക്ക് വരുമ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവുകൾ പലപ്പോഴും ലംഘിക്കപ്പെടും, വീണുപോകാനിടയുണ്ട്. സംശയ മനസാക്ഷി ഒരിക്കലും ഒരിടത്ത് തുറയ്ക്കാതെയും ദൈവത്തിന്റെ സ്നേഹത്തെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം നമ്മെ ചഞ്ചലരാക്കുകയും ചെയ്യും സംശയ മനസാക്ഷി. ഇനി അടുത്തത് അയഞ്ഞ മനസാക്ഷിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, എങ്ങനെ ജീവിച്ചാലും അവസാനം ദൈവം കാരുണ്യം കാണിക്കും, ദൈവം കാരുണ്യവാനല്ലേ, ദൈവം ക്ഷമിച്ചോളും, ഞാൻ നുണ പറഞ്ഞു, ആർക്കും എതിരായിട്ടല്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ, ആർക്കും ഉപദ്രവമില്ലല്ലോ, നുണ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇങ്ങനെ നുണ പറയുന്ന, അതല്ലെങ്കിൽ അയഞ്ഞ മനസാക്ഷി. എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്, സഭ തന്നെ പണം ഉണ്ടാക്കുന്നു, പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ എന്താ? സഭ പണം ഉണ്ടാക്കുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയാൻ പറ്റണം, അല്ലാതെ സഭ പണം ഉണ്ടാക്കുന്നല്ലോ പിന്നെ എനിക്ക് പണം ഉണ്ടാക്കിയാൽ എന്താ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയഞ്ഞ മനസാക്ഷി. ഈ അയഞ്ഞ മനസാക്ഷിയാണ് ഭൂരിപക്ഷത്തെയും പിടികൂടുന്നത്. അപ്പൊ ഈ 6 മനസാക്ഷികളുണ്ട്. യഥാർത്ഥ മനസാക്ഷിയാകേണ്ടത് പറഞ്ഞ ക്രിസ്തു മനസാക്ഷിയായി മാറുകയാണ് വേണ്ടത്. ക്രിസ്തുവിന്റെ മനസാക്ഷിയായി മാറണം. ക്രിസ്തുവാണ് നമ്മുടെ മനസാക്ഷിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മിക ബോധത്തിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ക്രിസ്തുവാകും. അപ്പോഴാണ് വിശ്വാസിയായിട്ട് മാറാൻ പറ്റുക. അങ്ങനെയല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാവും. അപ്പോഴാണ് പലവിധ അന്ധവിശ്വാസങ്ങൾ കയറി വരിക. കാർഡിനൽ ന്യൂമാനെ ഉദ്ധരിച്ചുകൊണ്ട് കാറ്റഗിസം 1778 പറയുന്നുണ്ട്, മനസാക്ഷി നമ്മുടെ മനസ്സിന്റെ നിയമമാണ്, എന്നാൽ അത് മനസ്സിനെയും അതിലംഘിച്ച് നിൽക്കും, ഉപരിയായി നിൽക്കും. ആ ഖണ്ഡിക അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ വികാരിമാരിൽ പ്രധാനിയാണ് മനസാക്ഷി എന്ന് പറഞ്ഞതാണ്. വികാരി വെച്ച് പകരക്കാരൻ. ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുന്നത് മനസാക്ഷിയിലൂടെയാണ്. അതുകൊണ്ട് മനസാക്ഷിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ അറിയണം. മനസാക്ഷിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. മനസാക്ഷിയുടെ വിധി തീർപ്പാണ് സാധാരണഗതിയിൽ നമ്മുടെ ജീവിത പ്രവൃത്തികളെ നിയന്ത്രിക്കുക. അതുകൊണ്ട് ധാർമ്മിക മനസാക്ഷിയിൽ ഉറയ്ക്കാൻ ഹെബ്രായർ 9:14 ഓർക്കണം. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണങ്ങളെ അതിന്റെ നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. മനസാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. മാമോദീസയെ ഓർത്ത്, മാമോദീസയിൽ നൽകപ്പെട്ടതാണ്. ഈ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. ഈ വിശുദ്ധീകരണം നമ്മിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനോട് ഇഴചേർന്ന് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ പ്രഥമ വികാരിയായ മനസാക്ഷിയുടെ നിയന്ത്രണത്തിൽ ജീവിതമാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് എല്ലാ പ്രവൃത്തികളിലും, കാണുന്ന പ്രവൃത്തികളിലും കേൾക്കുന്ന കാര്യങ്ങളിലുമൊക്കെ വിശ്വാസ അപജയം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നേരിടാൻ കഴിയും. ഞാനൊരു സംഭവം ഇതിന്റെ കൂടെ നിങ്ങളോട് പറയാം.
ഒരു വ്യക്തി, പ്രഘോഷകൻ, യൂട്യൂബിലൂടെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുകയാണ്. അത് ഒരു പെൺകുട്ടിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. കൂടുതൽ വ്യാപകമായി ലോകത്തെ ദുഷിപ്പിക്കുന്നതെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പൊ അത് പറയുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 1:18-19 തിരുവചനങ്ങൾ പറഞ്ഞിട്ടാണ്. ആ വചനം എന്താണ് നമ്മോട് പറയുന്നത്? പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഇത് പറഞ്ഞിട്ടാണ് ഈ വചനം പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിനകത്തേക്ക് ഒരു അന്ധവിശ്വാസം കടത്തിക്കൊണ്ടുവരുന്നത് ദൈവവചനം പറഞ്ഞിട്ടാകാം. വിശുദ്ധ ഗ്രന്ഥ ലിഖിതങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. വിശ്വാസം നമ്മുടെ മനസാക്ഷിയെ ബലപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അന്ധവിശ്വാസം ദുർബലപ്പെടുത്തും. ആ ദുർബലപ്പെടുത്താനായി ദൈവവചനം തന്നെയാണ് ഈ പ്രഘോഷണങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ഓരോ കാര്യം കേൾക്കുമ്പോഴും, ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴും മനസാക്ഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ഹെബ്രായർ 9:14 എൻ്റെ അകത്ത് അവിടെ നിന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടെ തന്നെ വിശുദ്ധീകരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ, ശുശ്രൂഷിക്കാൻ എൻ്റെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. ഓർക്കണം, മാമോദീസയെ ഓർക്കണം, മാമോദീസയിലെ വിശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ ഓർക്കണം. ആ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കും. 1 തെസ്സലോനിക്കർ 5:23 ആ വചനം ഓർത്ത് നമ്മൾ പറയണം, എന്നെ വിശുദ്ധീകരിക്കണം. നിങ്ങൾ ആ വചനത്തിന്റെ നമ്പർ ഓർക്കണമെന്നില്ല. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. മാമോദീസയുടെ ശക്തി വിശ്വസിക്കണം. മാമോദീസയിലൂടെ നൽകപ്പെട്ടത് നമ്മുടെ ഉത്ഭവപാപം നീങ്ങി, കർമ്മപാപം നീങ്ങി നമ്മൾ വിശുദ്ധിയിലേക്ക് വരികയാണ്. വിശുദ്ധി എന്താണ്? നന്മ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. അപ്പൊ നമ്മുടെ മനസാക്ഷിക്കാണ് ആ കഴിവുണ്ടാകുന്നത്. ആ മനസാക്ഷി നിർമ്മലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ കാഴ്ച കാണുമ്പോഴും, ഓരോ കാര്യം കേൾക്കുമ്പോഴും. അങ്ങനെ മനസാക്ഷി നിർമ്മലമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരാള് ഒരു പെൺകുട്ടിയിൽ നിന്നും പൈശാചികബാധയെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ ആമുഖമായിട്ടാണ് ഈ വചനം പറയുന്നത്. ഇനി പെൺകുട്ടിക്ക് എങ്ങനെയാണ് പൈശാചികബാധ ഉണ്ടായത്? ഓരോ ആത്മാവിനെയും എടുത്തു കളയുന്നു എന്നാ പറയുന്നത്. അനേകം ദുഷ്ടാത്മാക്കളെ പെൺകുട്ടികളുണ്ടായിരുന്നു, ഓരോ ആത്മാവിനെ എടുത്തു മാറ്റുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ പൈശാചിക വിമുക്തി പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നത് ഇങ്ങനെ പിറക്കിയെടുത്തിട്ടാണോ? ഇത് എവിടെ നിന്ന് വരുന്നതാ? ഇങ്ങനെ ബാധ ഒഴിപ്പിക്കുന്ന പ്രവർത്തനം എവിടെ നിന്ന് വരുന്നതാ? ഇത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്. യേശുക്രിസ്തു ലഗ്യോൻ ബാധിച്ച ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ട് സുവിശേഷത്തിൽ. ഈ ലഗ്യോൻ ബാധിച്ച ഒരാളെ സുഖപ്പെടുത്തുന്നത് യേശുക്രിസ്തു കുറെ പ്രാവശ്യം എടുത്തിട്ടാണോ? വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 26 മുതൽ തിരുവചനങ്ങളിലാണ് ഗെരസേനരുടെ നാട്ടിൽ വെച്ച് യേശു ലഗ്യോൻ ബാധിതനെ മോചിപ്പിക്കുന്നത്. അവിടെ യേശു ഓരോരോ പിശാചിനെ എടുത്ത് ഓരോ പന്നികളിലേക്ക് വിടുകയാണ് ചെയ്തത്. യേശുവിനെ കണ്ടപ്പോൾ തന്നെ അത് വിട്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മൾ വസിക്കുന്നത്, ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ ഒരു പൈശാചിക തിന്മയ്ക്കും ഉറപ്പില്ല നിൽക്കാൻ. ഒരു അന്ധവിശ്വാസവും നിലനിൽക്കില്ല. നമുക്ക് ബോധ്യം ഉണ്ടാവണം. പക്ഷെ ഇവിടെ പറയുന്ന ഓരോന്നിനും പിറക്കി കളഞ്ഞു എന്നാ പറയുന്നത്. ഇനി അവിടെ പറയുന്ന ഇതാണ്, ഈ പെൺകുട്ടിക്ക് പൈശാചിക ബാധ ഉണ്ടായത് ഒരു തുണിക്കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയിട്ടാണ്. ആരോ വാങ്ങി സമ്മാനമായിട്ട് കൊടുത്ത് കൈമാറി എത്തിയതാണ്. അങ്ങനെ കൈമാറി എത്തിയ ഈ ചുരിദാറിന്റെ തുണിയിലൂടെയാണ് പൈശാചികബാധ വന്നതെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തുണിയിലൂടെ, ഒരു വസ്തുവിലൂടെ പൈശാചികബാധ വരുന്നു എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിസം എന്നൊരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതായത് ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെ ആത്മാവിന് കുർബാനയിൽ വരുന്നില്ലേ പരിശുദ്ധാത്മാവ്? കുർബാനയിൽ പരിശുദ്ധാത്മാവ് വരുന്നത് കൗദാശികതയിലാണെന്ന് മാത്രമല്ല, എവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നതിലേക്കാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ അർപ്പണത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് ജീവനുള്ളവയിലേക്കാണ് വരുന്നത്. നമ്മുടെ ശിരസിൽ കൈവച്ച് മറ്റൊരാൾ കൈവയ്ക്കുമ്പോൾ നമ്മിലേക്ക് വരുന്നു. ജീവനുള്ളവയിലേക്കാണ് പകരുന്നത്, അചേതന വസ്തുക്കളിലേക്കല്ല. ഒരു വസ്തുവിനകത്ത് പരിശുദ്ധാത്മാവ് വരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ മാമോദീസയുടെ ജലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മാമോദീസ ജലം ആശീർവദിക്കപ്പെട്ട ജലമാണ്. കുർബാന കേവലം ആശീർവാദമല്ല. അവിടെ സത്താരൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്, ദൈവാത്മാവിന്റെ നിവേശനമുണ്ട്,
ദൈവാത്മ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ക്രിസ്തുഗാത്രത്തിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ ചുരിദാറിന്റെ മെറ്റീരിയലിനകത്ത് വന്നെന്നാ പറയണേ. ഇതാരാണ് പറഞ്ഞത്? ഈ ചുരിദാറിന്റെ വസ്ത്രത്തിലൂടെയാണ് വന്നതെന്ന് ആരാ പറഞ്ഞത്? അത് ഈ പെൺകുട്ടിയാ. പഴയ രീതിയിൽ നാട്ടിലൊക്കെ ചോദിക്കുമല്ലോ, ആരാണ് നീ, എന്താണ് നീ? അതിന് ഉത്തരം പറയുന്നതിൽ പിശാച് കുറെ കാര്യങ്ങൾ പറയും. യേശുക്രിസ്തു പൈശാചിക തിന്മകളെ ബഹിഷ്കരിച്ചപ്പോ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. കാരണം എന്താണ്? ആ പറയുന്നതെല്ലാം വ്യാജമാണ്. പൈശാചിക തിന്മകളുടെ വാക്ക് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. പൈശാചിക ബഹിഷ്കരണം നടക്കുന്ന നേരത്ത് നീ ആരാണ്, ഇപ്പൊ ഞാൻ ജാനകിയാണ്, എന്തിനു വന്നു, ഇവിടെ കൊല്ലാൻ വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഡയലോഗിന് അവിടെ കാര്യമില്ല. പൈശാചിക തിന്മകൾ നമ്മളെ ചിലപ്പോൾ അടയാളപ്പെടുത്തി സംസാരിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നാണ്, യേശുവിന്റെ ആളാണല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസാരിക്കേണ്ട കാര്യമില്ല. ആദ്യകാലങ്ങളിലൊക്കെ പൈശാചിക പ്രവർത്തനങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, വചനമൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ മിണ്ടാറില്ല, മിണ്ടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ യേശുവിന്റെ നാമത്തിലാണ്, നമുക്ക് ആ ബോധ്യം ഉണ്ടാവും. നമ്മൾ സഭയുടെ നാമത്തിലാണ്, ആ ബോധ്യം നമുക്കുണ്ടാവും. സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണ്. സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് നിന്നുകൊണ്ടും പൗരോഹിത്യത്തിനും അപ്പോസ്തലികാധികാരത്തിനും വിധേയപ്പെട്ടുകൊണ്ടും സഭയുടെ ഭാഗമെന്ന നിലയിൽ യേശുവിന്റെ നാമത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് പൈശാചിക തിന്മകൾ നമുക്കെതിരായി തിരിയുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത് ഇങ്ങനെ പല ആത്മാക്കൾ ഉണ്ടായിരുന്നു. അത് ഈ വസ്ത്രത്തിലൂടെയാണ് വന്നത്. രസകരമായ കാര്യം, അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ആ കടയിലെ പിശാചിനെ ഒഴിപ്പിച്ചെന്നാ. ഇത്ര ശക്തിയുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് പിശാച് ഉണ്ടാവുമോ? ഈ ചേട്ടനെ നാട് മുഴുവൻ കൊണ്ടുവന്നാൽ പോരെ? ഓരോ സ്ഥലത്ത് ഒരു പഞ്ചായത്തിൽ കൊണ്ടുവരിക, പട്ടിപിടുത്തക്കാരെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരിക, എന്നിട്ട് അവിടെ വന്നിട്ട് ഒറ്റ കലക്കുക, ആ പ്രദേശത്തുള്ള മുഴുവനെ ഒഴിക്കുക. ഇവരെയൊക്കെ എവിടെയാ കൊണ്ടുപോകണേ? ഇതിന് മാത്രം പന്നികൾ വേണ്ടി വരുമെന്നാണ് ഇപ്പൊ സംശയം. യേശുക്രിസ്തു പൈശാചിക തിന്മകളെ ബഹിഷ്കരിച്ചത് പിശാചിനെ കുരിശിൽ തോൽപ്പിക്കുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ പൈശാചികതയുടെ മേൽ അധികാരമുള്ളവനാണ് താനെന്നും അവൻ തനിക്ക് കീഴ്പ്പെടുമെന്നും ലോകത്തിന് വെളിപ്പെടുത്താനും കുരിശുമരണത്തിൽ അങ്ങനെ പൈശാചിക തിന്മകൾ എന്നേക്കുമായി കീഴ്പ്പെടുത്തിയെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം അന്ധവിശ്വാസമായി നമ്മുടെ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു യക്ഷിക്കഥ കേൾക്കുന്ന പോലെ ചിരി വരാൻ തുടങ്ങും. ഇനി എങ്ങനെയാണ് ഈ പിശാചി പ്രവർത്തിച്ചതെന്നറിയാമോ? ഈ പിശാചി പ്രവർത്തിച്ചത് കടയിൽ കച്ചവടം ഉണ്ടാകാൻ വേണ്ടി കച്ചവടക്കാരൻ കൂടോത്രം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂടോത്രത്തിൽ ആവസിച്ച ആ ശുദ്ധാത്മാവാണ് അവിടെയുള്ള വസ്ത്രങ്ങളിലൂടെ എല്ലാം വിറ്റുകൊണ്ടിരുന്നത്. നമുക്ക് പിന്നെ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഏത് കടയിലാണ് മന്ത്രവാദം നടത്താത്തതെന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റുമോ? ജ്യൂസ് കുടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ജ്യൂസിൽ കൂടി പിശാച് വരുമെന്നും മന്ത്രവാദം വരുമെന്നും നിങ്ങളെ മയക്കുമെന്നും വശീകരിക്കുമെന്നും കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. ചുറ്റുവട്ടത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം ഒരു അന്ധകാരത്തിൽ നമ്മൾ കെട്ടിയിടുകയാണ്. ക്രൈസ്തവ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എവിടെ പോയാലും ആ ലോകത്ത് നിങ്ങൾ വിശുദ്ധീകരിക്കും. അങ്ങനെ നസ്രാണി തൊട്ടാൽ പുണ്യാഹം തെളിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നൊരു ലോകമാണിത്. നസ്രാണി തൊട്ടാൽ പുണ്യാഹം തെളിക്കേണ്ട, വിശുദ്ധീകരിക്കപ്പെടും എന്ന് കരുതി വിശ്വസിച്ചിരുന്നു ഇവിടെയുള്ള മറ്റു ജനവിഭാഗങ്ങൾ. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ കടയിൽ കയറി ഉടുപ്പ് മേടിക്കുന്നതിന് മുമ്പ് ബന്ധന പ്രാർത്ഥന നടത്തേണ്ടി വരും. ഇനിയും ഏത് നിലയ്ക്ക് ലോകം മാറ്റിക്കൊണ്ടുപോകണേ നോക്കിയേ. ഇത് സയൻസികമല്ല, ശാസ്ത്രീയമല്ല എന്ന് മാത്രമല്ല, ഇത് യുക്തിരഹിതമല്ലേ, വിശ്വാസവിരുദ്ധമല്ലേ? ലോകത്തെ മുഴുവൻ ജയിച്ചവൻ, പിശാചിനെ തോൽപ്പിച്ചവൻ നാഥനായിരിക്കെ അവൻ ലോകത്തിന്റെ അധികാരിയായി വാഴെ, ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും അധികാരിയായി ക്രിസ്തു ഉണ്ടായിരിക്കെ ആ ക്രിസ്തുവിന്റെ രക്തത്താൽ വിമോചിതനായ മനുഷ്യകുലത്തിന്റെ മേൽ ഇപ്പോഴും പിശാച് പിടിമുറുക്കുന്നുവെന്നും അവനാണ് പ്രവർത്തിക്കുന്നതെന്നും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന വസ്ത്രങ്ങളിലൂടെ ഭക്ഷണത്തിലൂടെ എല്ലാം അവൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്നും അങ്ങനെ നിങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുമുള്ള ഒരു ഭയം ജനിപ്പിക്കുന്നു. അഭയമായ ക്രിസ്തുവിന് പകരം ഭയം ജനിപ്പിക്കുന്നു സുവിശേഷത്തിലൂടെ. ഇത് യഥാർത്ഥത്തിൽ വഞ്ചനയാണെന്ന് തിരിച്ചറിയാൻ മനസാക്ഷി ഉണർന്നേ മതിയാവും. പൈശാചിക ശക്തി എന്ത് ചെയ്യുന്ന പറയുന്നത്? ഓവറിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി. ഇൻഫെക്ഷൻ ഒരു അണുകൂടിനുണ്ടാകുന്നത് നമുക്കറിയാം, ബാക്ടീരിയൽ പ്രശ്നമാണെന്ന് അറിയാം. ഓവറിൽ ഇൻഫെക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രീയ നിഗമനങ്ങളുണ്ട്, അതിന് ചികിത്സയുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിശാചാണ് ഓവറിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെ രോഗം വിധിച്ച് മനുഷ്യനെ ഇല്ലാതാക്കുന്ന പിശാചാണെന്ന് പറയുന്നു. രോഗം വരുത്തുന്നത് പിശാച്. നേരത്തെ പറഞ്ഞു പൂർവിക പാപങ്ങളാണെന്ന് ഒരിടയ്ക്ക് പറഞ്ഞിരുന്നത്, ഇപ്പൊ വേറൊരാൾ പറയാണ് മുഴുവൻ പിശാചാണ് ഈ രോഗം കൊണ്ടിരുന്നത്. അങ്ങനെ
കൊറോണനെ ഓടിക്കാനുള്ള ചില പ്രയോഗങ്ങൾ കണ്ടല്ലോ, പാത്രം കൊട്ടിയും വിളക്ക് വെച്ചും ഒക്കെ. ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ ക്രൈസ്തവ ധാർമ്മികതയ്ക്കകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അപകടകരമല്ലേ? വെഞ്ചരിച്ച കൊറോണ പോകുമെന്ന് പറയണത് മണ്ടത്തരല്ലേ? കൊറോണയ്ക്ക് കൊറോണയുടേതായ പ്രതിവിധിയുണ്ട്. വെഞ്ചരിക്കുന്ന എന്തിനാ? വെഞ്ചരിക്കുമ്പോ നമ്മൾ ആത്മവിശുദ്ധീകരണത്തിന്റെ കുദാശയായ മാമോദീസ ഉണരുന്നു. കല്ലും മരവും അല്ല നന്നാകുന്നത്, അവിടെ വസിക്കുന്ന നമുക്ക് വിശ്വാസബോധ്യം ഉണ്ടാവുന്നു, യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു. സ്വാതന്ത്ര്യം നൽകുകയാണ് ഓരോ വെഞ്ചരിപ്പുകളും. പക്ഷെ വാഹനം അടിക്കടി വെഞ്ചരിക്കുന്ന ഒരാളുണ്ട്. പല പല ആളുകൾ കയറണതല്ലേ, ചെകുത്താനൊക്കെ കയറണ വണ്ടിയാ ഇടയ്ക്കിടയ്ക്ക് വെഞ്ചരിച്ചുകൊണ്ടിരിക്കണമെന്നാ പറയണേ. ഓരോ ആശീർവാദവും കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കൂദാശ കൽപ്പങ്ങളാണ് ആശീർവാദങ്ങൾ, നമ്മിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കുക, മാമോദീസയിൽ ഉറപ്പിക്കുക, വിശ്വാസത്തിൽ വളർത്തുക, സ്വാതന്ത്ര്യബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് കൂദാശയുടെ ലക്ഷ്യം. അത് മറന്നിട്ട് അന്ധവിശ്വാസത്തിൽ കുടുങ്ങുന്നു. മനസാക്ഷിക്കകത്ത് ഇത്തരം അശുദ്ധ ബോധ്യങ്ങൾ, ലോകബോധ്യങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കയറിക്കൂടും. നമ്മൾ കേട്ടിട്ടുള്ള പ്രേതകഥകളാണ്, പാലയിൽ യക്ഷിയുണ്ടെന്നും അങ്ങനെയൊക്കെ കേട്ടു വളർന്നവരാണ്. അങ്ങനെ കെട്ടുകഥകളും മിത്തുകളും ഒക്കെ കേട്ടു വളർന്ന നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസാക്ഷിയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടാനിടയുണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിനെതിരായ ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റണം. യഥാർത്ഥ വിശ്വാസം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ബന്ധന പ്രാർത്ഥന നടത്തിയപ്പോൾ അലമാരിക്കകത്തിരുന്ന് ചുരിദാർ മെറ്റീരിയൽ പുറത്തു വന്നു. പിന്നെ അത് കത്തിക്കണ്ടെന്ന് പറഞ്ഞു ദൈവാനുഗ്രഹത്തിന് പറഞ്ഞത് അത് അന്നമ്പളം തെളിച്ച് ശുദ്ധീകരിച്ചെടുത്താൽ മതി. ഇവിടെ നമ്മൾ കാണുന്നത് ശുദ്ധാശുദ്ധ ഭേദങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ ഇവിടെ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്നതായിട്ട് മാറുന്നു. ലോകത്തിന്റെ അന്ധവിശ്വാസങ്ങൾ അതുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ട് മാറുന്നു. ഹന്നാൻ വെള്ളം തെളിക്കുമ്പോൾ ഈ തുണി ശുദ്ധീകരിക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ മാമോദീസ ഉണരുകയാണ് ചെയ്യുക? ആശീർവദിക്കപ്പെട്ട ഓരോ വസ്തുവും കൂദാശയിലേക്ക് തിരിയാം. ആശീർവദിക്കപ്പെട്ട ഓരോ വസ്തുവും കൂദാശയിലേക്ക് നമ്മെ തിരിക്കുന്നു. അങ്ങനെ കൗദാശികതയാണ് ഉണരുന്നത്. കൗദാശികത നമ്മിൽ ആത്മബോധം സൃഷ്ടിക്കുന്നു. ആത്മബോധത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ നാം സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുന്നതിന് മുമ്പ് 3 വിശ്വാസ പ്രമാണം ചൊല്ലി ഹന്നാൻ വെള്ളം തെളിച്ച് പ്രാർത്ഥിക്കണം. പഠിപ്പിക്കാൻ കേട്ട് കഴിഞ്ഞാൽ എളുപ്പമല്ലേ? ഇത് തെളിക്കുകയും ചെയ്യും ആളുകൾ. കാരണം ഇനി ചെകുത്താൻ എങ്ങാനുണ്ടെങ്കിൽ കയറണ്ടെന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ വരുന്ന വീഴ്ച എന്താണെന്നറിയാമോ? വരുന്ന വീഴ്ച വിശ്വാസത്തിൽ വീണുപോയി. 1 പത്രോസ് 5:7-8 പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. പിശാച് അലറുന്ന സിംഹത്തെ പോലെ കറങ്ങി കിടപ്പുണ്ടെന്നാ പറയണേ. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാണ് ആ വചനം പറഞ്ഞതെന്നും എന്താണ് ആ വചനം കൊണ്ട് ലക്ഷ്യമാക്കിയതെന്നും ഈ പറഞ്ഞ പ്രഘോഷകന് ബോധമില്ല. അയാൾ അന്ധതപ്പെട്ടേക്കാണ്. അയാൾ അന്ധത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൽ വരമേൽപ്പിക്കുവിൻ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. അതുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ഇതാണ് 6-ാം തിരുവചനം നമ്മോട് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് ഉപേക്ഷിക്കണം. ഇതാണ് പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഉത്കണ്ഠകൾ നമ്മെ ഭരിക്കും. സമചിത്തത നഷ്ടപ്പെടും. 7-ാം തിരുവചനം പറയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. സമചിത്തത നഷ്ടപ്പെടും. ചിത്തഭ്രമം ഉണ്ടാവും എന്നർത്ഥം. മനസ്സിന് കലക്കം ഉണ്ടാവും. അങ്ങനെ കലക്കുമ്പോൾ ആരാണ് നമ്മെ ഭരിക്കുക? അങ്ങനെ കലങ്ങുമ്പോൾ ഈ ഉത്കണ്ഠകൾ നമ്മെ ഭരിക്കും. ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് പിശാച് അലറി നടക്കുന്നുണ്ട്. അവിശ്വാസമാകുന്ന പൈശാചിക തിന്മ ആരെ വിഴുങ്ങണമെന്ന് നോക്കിയാൽ നടക്കുന്നത്. ഈ ഉത്കണ്ഠയിൽ നിങ്ങൾ പെട്ടുപോകുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണുപോകും. അവൻ നിങ്ങളെ വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിംഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനു പകരം പിശാച് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്, വസ്തുക്കളിലൊക്കെ ഉണ്ട്. അന്നമ്പടം തെളിച്ച് 3 വിശ്വാസ പ്രമാണം ജില്ലയിലൊക്കെ ഉപയോഗിക്കാവൂ. സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ തിന്മയ്ക്കകത്താണ് വസിക്കുന്നതെന്നും ലോകത്തിന്റെ അധികാരി തിന്മയാണെന്നും നിങ്ങൾ എപ്പോഴും ദുർബലരാണെന്നും നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാകുമെന്നും പഠിപ്പിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ അന്ധവിശ്വാസം നമ്മെ ഭരിക്കുന്നതിന് അടിസ്ഥാന കാരണം നമ്മുടെ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തും കേൾക്കരുതെന്നല്ല, ആ ടോക്ക് കേൾക്കരുത്, ഈ ടോക്ക് കേൾക്കരുത് എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തും കേൾക്കാം. പക്ഷെ മനസാക്ഷി നിരന്തരമായി കഴുകി പ്രാർത്ഥിക്കണം, വിശുദ്ധീകരിക്കണം. ക്രിസ്തു നിങ്ങളിലുള്ളതും അവബോധമായി അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളെ നയിക്കുന്നതും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ജീവിക്കുമെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ നിങ്ങളെ ബാധിക്കാതെയാകും, നിങ്ങൾ വീണു പോകാതിരിക്കും. അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് ചിന്തിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മനസാക്ഷിയിലുള്ള നിർമ്മലതയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ, സഭാത്മകമായ കൂട്ടായ്മയിൽ
മാമുദിസയെ ഓർത്ത്, വിശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ ദൈവം നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഉറയ്ക്കാം. അങ്ങനെ മനസാക്ഷിയിൽ ധാർമ്മികതയിൽ ഉറച്ച് ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.